ഗസ സമാധാന ശ്രമങ്ങൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ഷമിൽ ഷെയ്ഖിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും. സ്റ്റീവ് വിറ്റ്കോഫും ജാർഡ് കുഷ്ണറുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. അതിനിടെ ചർച്ചകളിൽ ഹമാസ് ഉപാധികൾ വെച്ചു. 6 പ്രധാന ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ചർച്ചകളെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ റിസൾട്ടിനെ, അതിൻ്റെ ആ ചർച്ചയിൽ രൂപപ്പെട്ടു വരേണ്ട ധാരണയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, തീർച്ചയായും ഈ ചർച്ചകളെ സംബന്ധിച്ച് സ്വാഭാവികമായും 20 നിർദ്ദേശങ്ങളാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന് നിർദ്ദേശിച്ചിരുന്നത്. ആ 20 നിർദ്ദേശങ്ങളിലാണ് സാധാരണഗതിയിൽ ഈ ചർച്ചകൾ നടക്കേണ്ടത്. പക്ഷേ ഇന്ന് ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ ഹമാസ് മുന്നോട്ട് വെച്ച 6 ഉപാധികൾ സ്വാഭാവികമായും വരും ദിവസങ്ങൾ ഇന്നും നാളെയും ഒക്കെ ചർച്ച ചെയ്യും. ഏതാണ്ട് ഒരാഴ്ചയോളം ഈ നിർദ്ദേശങ്ങൾ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഈ 6 നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനം അവിടെ ഈ ഗസയിൽ നിന്നും പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം പിന്മാറുക എന്നുള്ള നിർദ്ദേശമാണ്. അതൊരിക്കലും ഒരുപക്ഷെ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഗസയിൽ നിന്നും ഹമാസിനെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും പ്രധാന നിർദ്ദേശങ്ങളും ഉദ്ദേശവും. അതിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒഴിവായി പോകുക എന്ന സാഹചര്യം ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ചർച്ചകൾ സാധാരണഗതിയിൽ വഴിമുട്ടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ 2 പ്രതിനിധികൾ, അതിൽ ഏറ്റവും പ്രധാനം ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിയും ട്രംപിൻ്റെ മരുമകനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 6 ഉപാധികളിൽ പ്രധാനമായും നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത നിബന്ധനകൾ, കടുത്ത നിർദ്ദേശങ്ങൾ ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് പൂർണ്ണമായും ഗസയിൽ നിന്ന് ഒഴിവായി പോകണമെന്ന നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുള്ളപ്പോൾ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്നും പിന്മാറണമെന്നുള്ള ഹമാസിന്റെ നിർദ്ദേശം സ്വാഭാവികമായും തള്ളിക്കളയാനാണ് സാധ്യത. പക്ഷേ അതിനപ്പുറത്തേക്ക് ചർച്ചകൾ പുരോഗമിക്കണമെങ്കിൽ ഗസയുടെ പുനരുജ്ജീവനം, ഗസയെ എങ്ങനെയായിരിക്കും പുനരുജ്ജീവിപ്പിക്കുക എന്ന കാര്യത്തിലാണ് ഇനിയുള്ള ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. അവിടെയും ഹമാസ് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഗസയിൽ പുനരുജ്ജീവനം അല്ലെങ്കിൽ ഗസയിൽ പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ ഹമാസിന് കൂടി സ്വാധീനമുള്ള, ഹമാസിന് കൂടി നിർദ്ദേശമുള്ള, ഹമാസിന് കൂടി നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ഏജൻസിയെ തന്നെ ആയിരിക്കണം ഗസയിൽ ഈ ഗസയുടെ പുനരുജ്ജീവനത്തിനും പുനർനിർമ്മാണത്തിനുമായി ഏൽപ്പിക്കേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ പൂർണ്ണമായി ഇടപെട്ടുള്ളത് മറ്റാരും അവിടേക്ക് വരേണ്ടതില്ല. അതായത് ഗസയിലേക്ക് സഹായവുമായി ആരും വരേണ്ടതില്ല. അതിൽ ഏറ്റവും പ്രധാനം മാനുഷികമായ സഹായമാണ്. നമുക്കറിയാം, ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആളുകൾ അവിടേക്ക് സഹായമായി വരുന്നുണ്ട്. നിരവധി ഏജൻസികൾ സഹായമായി വരുന്നുണ്ട്. ആ സഹായമായി വരുന്ന ഏജൻസികളെ, ആളുകളെ തടയാൻ പാടില്ല, അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ഹമാസ് ഇപ്പോൾ ഉപാധിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും ഇസ്രായേലിന് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 6 ഉപാധികളും ഇസ്രായേലിനും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും യാതൊരു താല്പര്യവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ചർച്ചകൾ സ്വാഭാവികമായും ഇന്നും നാളെയും തുടങ്ങി വെക്കാനാണ് സാധ്യത. പക്ഷേ അത് വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് നിലവിലുള്ള സാധ്യത. എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അടിയന്തരമായി ഈ ചർച്ചകൾ പൂർത്തീകരിച്ച് ഗസയിൽ സമാധാനം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഗസയിൽ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു അന്ത്യശാസനമായി തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഉപാധികളിൽ മേൽ എന്തായാലും ചർച്ചകൾ നടക്കും. ഈ ഉപാധികളിൽ മേലുള്ള ചർച്ചകൾക്കനുസരിച്ചായിരിക്കും ഭാവി ഗസയുടെ കാര്യവും ഈ ചർച്ചകളുടെ പുരോഗതിയും ഒക്കെ നിർണ്ണയിക്കുക. വിജയകുമാർ, ഷമിൽ ഷെയ്ഖിലേക്ക് ഇവിടെ ട്രംപ് മരുമകൻ ജെറാൾഡ് കുഷ്ണറയും കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം ഈ ചർച്ചകളിൽ ഹമാസിനെയും ഇസ്രായേലിനെയും ഒക്കെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയേക്കും. അതുകൊണ്ടായിരിക്കും വളരെ അടുത്ത നയതന്ത്ര പ്രതിനിധിക്കൊപ്പം ഈ ബന്ധു കൂടിയായി, മരുമകൻ കൂടിയായ കുഷ്ണറയും അവിടെ അയച്ചിരിക്കുന്നത് എന്നൊക്കെ അന്താരാഷ്ട്ര വിദഗ്ധർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ലോകം കാത്തിരിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ ഒരു സൂചനകൾ അവിടെ നിന്ന് വരും എന്ന പ്രതീക്ഷയോടെ. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.